വടകര എന്നത് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഇതാ വോട്ടെണ്ണൽ നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പോലും വാർത്തകളിൽ നിറയുന്നത് കേവലം അതൊരു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് അപ്പുറത്തേക്ക് എന്തോ വലിയ രാഷ്ട്രീയ യുദ്ധം എന്ന മട്ടിലൊക്കെ തോന്നാവുന്ന തരത്തിൽ പോരാട്ടം നടക്കുന്നപ്പോൾ പോലീസിനെ കൂടുതൽ അവിടെ വിന്യസിക്കണം. ഇലക്ഷൻ വോട്ടെണ്ണൽ കഴിഞ്ഞാലും ഫലം പ്രഖ്യാപിച്ചാലും അവരെ അവിടെ നിർത്തണം എന്നാണ് പോലീസിന്റെ നിർദ്ദേശം. ദീപക് ധർമ്മടമാണ് വടകരയിലെ വിവരങ്ങളുമായി ചേരുന്നത്. ദീപക്, ഈ അവസാന മിനിറ്റിലെ ആ നെഞ്ചിടിപ്പിൽ എന്താണ് നമുക്ക് അവിടുന്ന് തെളിഞ്ഞു കേൾക്കുന്നത്? വ്യക്തമാകുന്നുണ്ടോ എന്തെങ്കിലും ഒരു സൂചന വടകരയിൽ ഇപ്പോൾ? വടകരയുടെ ജനവിധി പ്രവചിക്കാവുന്നതിലും ഏറെ അകലെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. അല്പം മുൻപ് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത മേധാവിയുമായി സംസാരിച്ച സമയത്ത് വടകരയിലെ ജനവിധി സംബന്ധിച്ച് ഇന്റലിജൻസ് 20 മണ്ഡലത്തിലെയും കേരളത്തിലെ വിവരം നൽകിയിട്ടുണ്ട്. IB ആണെങ്കിൽ രാജ്യത്തെ മുഴുവൻ മണ്ഡലങ്ങളിലെയും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അവർക്ക് പോലും കൃത്യമായി ഗണിക്കാൻ പറ്റാത്ത, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലും കണക്കിലെടുക്കാത്ത വിധത്തിലുള്ള എന്തൊക്കെയോ വടകരയുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ആൾക്കാർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും. 80,000-ന്റെ ഭൂരിപക്ഷമുള്ള UDFന് വടകര എളുപ്പമാണോ, ഈസി വാക്കവർ ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് വേണം ഈ നെഞ്ചിടിപ്പിന്റെ ലാസ്റ്റ് ലാപ്പിൽ പറയാൻ. കാരണം അത്രമേൽ വലിയ രീതിയിലുള്ള പോരാട്ടം നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും നിർണായകമാവുക BJPയുടെ വോട്ട് ഷെയർ ആണ്. BJPക്ക് വലിയ രീതിയിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അവിടെ ശൈലജ ടീച്ചർക്ക് പാസ്സാകാം. പക്ഷേ എന്നാൽ BJP വോട്ടിൽ ചോർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഷാഫിക്ക് അനുകൂലമാകുമെന്നും ഉറപ്പാണ്. പ്രത്യേകിച്ചും ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ധ്രുവീകരണം എങ്ങനെ നടന്നു എന്നുള്ളത് ഒരു നിർണായകമാണ്. ഈ മണ്ഡലത്തിൽ സമസ്തയുടെ വോട്ട്, സമസ്ത ലീഗുമായി കലഹിക്കുന്ന കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. സമസ്തയുടെ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗങ്ങൾ അനവധി വന്നു. ഇതെല്ലാം വോട്ടായി ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞെങ്കിൽ, പിണറായിയിലുള്ള വിശ്വാസം അവർ കൃത്യമായി വോട്ടായി രേഖപ്പെടുത്തിയെങ്കിൽ ടീച്ചർക്ക് വോക്കവർ ആവും. പക്ഷേ എന്നാൽ അത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വടകരയുടെ മനസ്സ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും കൃത്യമായി. പക്ഷേ ഇതിന് വോട്ടെണ്ണലിന് ശേഷം അവിടെ ഉണ്ടാകാനിടയുള്ള ആശങ്കാജനകമായ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ആശങ്ക അത് ജനാധിപത്യപരമല്ല. അതിനെ ചെറുക്കാനും, അത് എന്ന് പറഞ്ഞാൽ നാളെയും ആ നാട് വേണ്ടതാണ്, നാളെയും ആ ജനങ്ങൾക്ക് അവിടെ ജീവിക്കേണ്ടതാണ്. അത് വെസ്റ്റ് ആവാതെ അത് സമാധാനപരമായി തന്നെ കാര്യങ്ങൾ സമംഗളം പര്യവസാനിക്കാനുള്ള ക്രമീകരണം എന്താണ് വടകരയിൽ? ദീപക്, അതുകൂടി നമ്മുടെ ആശങ്കയാണല്ലോ. പോലീസിനായിരിക്കും കടുത്ത ജോലി. വടകരയിൽ പോലീസിന്റെ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ആദ്യം തന്നെ ഇന്റലിജൻസ് മേധാവി ADGP മനോജ് എബ്രഹാം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ യോഗം വിളിക്കുന്നു, ജില്ലയിലെ നേതാക്കളുടെ യോഗം, IG ലെവലിൽ യോഗം നടക്കുന്നു. പക്ഷേ എന്നാൽ ഏറ്റവും ഒടുവിൽ പിന്നീടും IBയുടെ മുന്നറിയിപ്പ് വരുന്നു, സംസ്ഥാന ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് വരുന്നു. വടകരയിൽ കമ്മ്യൂണൽ ക്ലാഷിനുള്ള സാധ്യത പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കളോട് അണികളെ ജാഗ്രതപ്പെടുത്താൻ, സമാധാനപരമായി തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം നടത്താൻ ആദ്യം തന്നെ നിർദ്ദേശിച്ചു. എന്നാൽ വോട്ടെണ്ണലിൽ വിജയം ആഘോഷിക്കുമ്പോൾ പോലും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാനാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. മാത്രവുമല്ല, ജില്ലാ കളക്ടർ മാധ്യമപ്രവർത്തകരെ വരെ വിളിച്ച് യോഗം നടത്തി ജാഗ്രതപ്പെടുത്തുകയാണ്. കാരണം തെറ്റായ വാർത്തകൾ പ്രചരിക്കപ്പെടാതിരിക്കാൻ, അത് കലാപത്തിന്, സംഘർഷത്തിന് കാരണമാകും എന്നതുകൊണ്ടാണ്. ഏറ്റവും ഒടുവിൽ പോലീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ, അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ വടകരയിൽ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. 600 അധിക പോലീസ് സേനയെ, സായുധ സേനയെ വടകരയിലേക്ക് വിന്യസിക്കുന്നു. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്റലിജൻസ് മുന്നറിയിപ്പ് പ്രകാരം വടകരയിൽ സംഘർഷം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ്. മാത്രവുമല്ല, വിധി വന്നാൽ, വോട്ടെണ്ണി കഴിഞ്ഞാൽ പോലും പോലീസിന്റെ സേനാവിന്യാസം പെട്ടെന്ന് പിൻവലിക്കരുത് എന്നുള്ള നിലയിലാണ് പോലീസ് തലപ്പത്ത് നിന്നും തീരുമാനിച്ചിരിക്കുന്നത്. ആഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് വടകര. എന്ന് പറഞ്ഞാൽ വടകര ഇക്കാലം അത്രയും നല്ല രാഷ്ട്രീയ മണ്ഡലമാണ്, രാഷ്ട്രീയ ഭരണം നടക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് ജയിച്ചേ മതിയാവൂ എന്നുള്ള ഒരു ഒരു അന്തിമ യുദ്ധപ്രഖ്യാപനത്തിന്റെ അവസരം ഇതുവരെ പോയിട്ടില്ല. ഉറവിടം ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കോടതിയിൽ എത്തിയിട്ടുണ്ട്, കോടതി ചോദിക്കുന്നുണ്ട് എങ്ങനെ എന്നൊക്കെ. അപ്പോൾ എന്തായാലും വടകര ഈ വോട്ടെണ്ണലിൽ ആര് ജയിച്ചാലും ആര് ഡൽഹിയിലേക്ക് പോയാലും അത് ചർച്ച അവിടെ കൊണ്ട് തീരുന്നില്ല, അത് തുടരും, വടകരയിൽ തുടരും. എന്ന് പറഞ്ഞാൽ അത് വഷളാവുന്ന രീതിയിലേക്ക് പോവാതിരിക്കട്ടെ എന്നാഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.